ഓൾ ദ ബെസ്റ്റ് മാത്യു. ഇനിയാണ് നിന്റെ കർമ്മകാണ്ഡം. ശത്രുപക്ഷത്ത് ആരെന്ന് നോക്കാതെ നീ യുദ്ധം ചെയ്യണം. നമസ്കാരം. വരൂ. ഡാഡി 10,000 എന്നല്ലേ പറഞ്ഞത്? അതെ, മോള് തന്നെ കൊടുത്തേക്ക്. ഐശ്വര്യമാകട്ടെ. സാർ ഇത് വാങ്ങിക്കൂ. കുക്കുവല്ലേ തരുന്നത്. ലക്ഷ്മിയാണ്. 2 കൈയും നീട്ടി സ്വീകരിക്കണം. താങ്ക്സ്. ദാറ്റ് ഈസ് ഗുഡ്. പ്രതിഫലം വാങ്ങിച്ചാലേ പ്രതിക്ക് ഫലം കിട്ടുകയുള്ളൂ. അർത്ഥശാസ്ത്രം അല്ലേ ഈരെ? അങ്ങനെയും വ്യാഖ്യാനിക്കാം. അർത്ഥം എന്നാൽ മണി എന്ന അർത്ഥമുണ്ട്. അപ്പോൾ മണിശാസ്ത്രം. ഇനി ഇതിയാനെതിരെ ഒരു കാലത്ത് ശബ്ദം ഉയർത്തരുത് അവൻ. ആ അക്കാലത്ത് നാരായണൻകുട്ടി. അവന്റെ കാര്യം വിളിക്കാൻ പറഞ്ഞ. സോറി സാർ, ചായ ഞാനല്ല. കുറ്റം സമ്മതിക്കുന്നുണ്ടോ? ഇല്ല സർ, ഞാൻ കൂകിയിട്ടില്ല. വാദിഭാഗത്തെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയ്ക്ക്, ഈ അപകീർത്തി കേസിലെ വാദി ഞാനാണ്. താങ്കൾക്ക് വേണ്ടി വാദിക്കാൻ വക്കീലുണ്ടോ? ഇല്ല സർ, ഈ കേസിൽ പ്രതിക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കാൻ ഞാൻ തന്നെ തയ്യാറാണ്. അതിന് നിയമതടസ്സമൊന്നുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ നാരായണൻകുട്ടി, യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. പേര്? കുക്കു. കൂക്കാണ് തൊഴിലെന്നറിയാം, പേരാണ് ചോദിച്ചത്. കുക്കു. കൂക്കുവാണോ കുക്കുവാണോ? കുക്കു കുര്യൻ. കുര്യൻ? അച്ഛൻ കുര്യൻ കുളപ്പുരയിൽ. ഓക്കെ. അമ്മ? കുഞ്ഞു ത്രേസ്യ കുഴിവേലി. കുര്യൻ കുഞ്ഞമ്മ കുക്കു പ്രസിദ്ധി ആഗ്രഹിക്കുന്ന കുടുംബമാണെന്ന് ഞാൻ പറഞ്ഞാൽ സർ കുപ്രചരണമാണ്. യുവർ ഓണർ, കുക്കു കൂട്ടത്തിൽ കൂവിയെന്നും കൂവലിന് നേതൃത്വം നൽകിയെന്നും തദ്വാര നാരായണൻകുട്ടി അപമാനിച്ചുവെന്നും ആരോപിക്കുന്നത് സത്യവിരുദ്ധമാണ്. കുക്കു കഴിഞ്ഞ 4 മാസക്കാലമായി തൊണ്ടയ്ക്കുള്ള അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഈനാശു നൽകിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കും. എക്സിബിറ്റ് നമ്പർ 1. നാരായണൻകുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതിഭാഗം സാക്ഷിയായ ഡോക്ടർ ഈനാശുവിനെ വിസ്തരിക്കണം യുവർ ഓണർ. പ്രൊസീഡ്. ഡോക്ടർ ഈനാശു, അത് നിങ്ങൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണോ? അതെ. അപ്പോ പ്രതിക്ക് കൂവാനുള്ള ശേഷിയില്ല അല്ലേ? സംഭവം നടന്ന ദിവസം അവർക്കതിന് കഴിയില്ലായിരുന്നു. ഈ അസുഖം തുടങ്ങിയിട്ട് എത്ര കാലായി? 4 മാസം. ഇപ്പോ അസുഖം മാറി. അസുഖം മാറിയെന്നുള്ളത് മനസ്സിലായി. കൂവാൻ പറ്റുമോ? ഓ, കൂവാ. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അടുത്ത സാക്ഷിയായി സുപ്രസിദ്ധ ഡ്രാമ ആർട്ടിസ്റ്റ് സുന്ദരത്തെ വിസ്തരിക്കാൻ കോടതി അനുവാദം നൽകണം. യെസ്, പ്രൊസീഡ്. 12/12/99 നടന്ന ഇന്റർ ലോ കോളേജ് ഡ്രാമ കോമ്പറ്റീഷനിൽ നിങ്ങൾ ജഡ്ജിയായിരുന്നു. അതെ. ഏറ്റവും നല്ല നാടകം ഏതായിരുന്നു? നീലക്കുറുക്കൻ. ഏറ്റവും നല്ല നടി? കുക്കു കുര്യൻ. കുക്കു അവതരിപ്പിച്ച നാടകത്തിന്റെ പേര്? നീലക്കുറുക്കൻ. അവരവതരിപ്പിച്ച കഥാപാത്രം? നീലക്കുറുക്കൻ. അതിൽ കൂവലുണ്ടായിരുന്നോ? നാടകത്തിന് കൂവലുണ്ടായിരുന്നില്ല, നാടകത്തിൽ കൂവലുണ്ടായിരുന്നു. നാടകാനന്തരം നിങ്ങൾ അവരെ അഭിനന്ദിച്ചോ? അഭിനന്ദിച്ചു. എന്തായിരുന്നു അവരുടെ പ്രതികരണം? കുറുക്കനെ പോലെ ഉച്ചത്തിൽ കൂവി. That's all, Your Honor. കുറ്റം പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുക്കണ്ടായിരുന്നു. ഫോളിഷ്നെസ് ആയിപ്പോയി. ഡെയിലി കോടതി പോവായിരുന്നല്ലോ. ബക്കാലത്തോട്ടി ക്രോസ് ചെയ്യുമ്പോ ആ മുഖം കണ്ടോണ്ടിരിക്കാൻ ഒരു രസം തന്നെയല്ലേ? വെരി ഹാൻസം യാർ. ആ കുട്ടി ക്രോസ് ചെയ്യുമെങ്കിൽ ഏത് ക്രൈമും സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാ. റിയലി? ദാറ്റ്സ് ദ ആർട്ട് ഓഫ് ക്രോസ് എക്സാമിനേഷൻ. ക്രോസ് വിസ്താരം ഒരു കല തന്നെയാ. വിസ്തരിക്കുന്നവൻ ഒരു കലാകാരനും. For the health, wealth and prosperity of Matthew Neriparambil, Public Prosecutor. Long live Advocate Matthew. Cheers. Cheers. ഹലോ. ഹലോ. പബ്ലിക് പ്രോസിക്യൂട്ടറായ സന്തോഷത്തിൽ എന്തും പബ്ലിക്കായി ചെയ്യാമെന്നായില്ലേ? ഏയ്, ബോധമൊന്നും പോയിട്ടില്ല. ഈവൻ നൗ എത്ര അടിച്ചാലും ഞാൻ സ്റ്റഡിയാ. യു മേ ആസ്ക് എനി ഡൗട്ട്സ്. എന്ത് ലോ പോയിന്റ് വേണം ചോദിച്ചോ. ക്രിമിനൽ നടപടി നിയമത്തിൽ ഒത്തുരാജിയാകാവുന്ന കേസുകളിൽ അപകീർത്തി കേസ് പെടുമോ? ഓഫ് കോഴ്സ്, തീർച്ചയായും. പരാതിക്കാരൻ അപേക്ഷ ബോധിപ്പിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടാം. Any other doubt? നാരായണൻകുട്ടിക്ക് ഈ നിയമം അറിയാതിരിക്കോ? പിന്നെ ഐ ഡൗട്ട് അയാളൊരു കോംപ്രമൈസിന് തയ്യാറാവുമോ? ഐ ഹാവ് നോ ഡൗട്ട്. ഹായ് മാത്യു. ദേ ഹെൽത്ത് ഒക്കെ നോക്കണേ. ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്, കഴിച്ചോളൂ. ഞാൻ പിന്നെ കഴിച്ചോളാം. 2 പേർ നല്ല ജോഡി. 2 പേരും കൂടി ചേർന്ന് ഒരു ലീഗൽ ഫേം രജിസ്റ്റർ ചെയ്തൂടെ? ഐ വിൽ ബി ഇൻ ചാർജ് ഓഫ് ഇറ്റ്. 2 സെനറ്റർ പറയുന്നു. ഡു യു ഹാവ് എനി ഒബ്ജക്ഷൻ? പ്രൈസ് ദി ലോർഡ്. ഓ,
താങ്ക് യു സാർ. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞ് ശരിയായില്ലേ? അമ്പലി തുമ്പനി അങ്ങനില്ല. ആക്രമണ മൂത്ത് അതിൽ കയറി പിടിക്കരുത്. നല്ല ചൂട് ഉറപ്പാക്കി തരൂ. ഇവനും ഒരു പോലീസാണല്ലോ. കർമ്മം കർമ്മം. ഓക്കെ, ഐ വിൽ ബി ബാക്ക്. ഓക്കെ. ഹലോ. ഹലോ മാത്യു, നിന്റെ ഫ്രണ്ട് വക്കാലത്ത് നാരായണൻകുട്ടിയെ മാത്രം കണ്ടില്ല. എന്താ ക്ഷണിച്ചില്ലേ? ഉവ്വ, അവനെ ക്ഷണിച്ചിട്ടുണ്ട്. അവനെ ക്ഷണിക്കാനായിട്ട് ആന പോയിരിക്കാ. താലപ്പൊലിക്ക് നിന്റെ ബോഡി റെഡിയാ. ചന്ദ്ര സൂൾ സംസാരിക്കണം. വക്കാലത്ത് നാരായണൻകുട്ടിയുടെ പേരിട്ടപ്പം നിനക്ക് എന്തിനാ കടന്നലൂത്തുന്നേ? കുത്തുടാ കുത്തും. ചന്ദ്രനല്ല, സൂര്യൻ സൂര്യൻ. ഹായ്, പത്രം തുറന്നേക്കാ വക്കാലത്ത് നാരായണൻകുട്ടിയുടെ ന്യൂസ്. TV ഓൺ ചെയ്ത വക്കാലത്ത് നാരായണൻകുട്ടിയുടെ അഭിമുഖം. ചടങ്ങുകളിൽ വക്കാലത്ത് നാരായണൻകുട്ടിയുടെ പ്രസംഗം. 4 ആൾ കൂടുന്ന സമയത്ത് വക്കാലത്ത് നാരായണൻകുട്ടിയെ പുകഴ്ത്തി സംസാരിക്കുക. എപ്പ ലോഡായെന്ന് ചോദിച്ചാ മതി. ഇവിടെങ്കിലും ഇത്തിരി മനസമാധാനം കിട്ടുന്നു വെച്ചപ്പോ നിനക്ക് വക്കാലത്തിന് കാണലടാ. നീ കുടിക്കണ്ട, അങ്ങോട്ട് കളയണ്ട. നിനക്കിനി വക്കാലത്തിന് കാണലടാ. മൂമ്പിയാ കളിക്കാൻ. കാലത്തായൂമയ്ക്കാൽ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കടവുളെ, ഇതെന്നെ വെറുതെ. അതെ, മാത്യു കുറച്ചു നേരത്തെ ഇവിടെ വന്നിരുന്നു. അവനെന്താ ഇവിടെ കാര്യം? അവൻ വലിയവനായെങ്കിലും നമ്മളെ ഒന്നും മറന്നിട്ടില്ല. സ്നേഹമുള്ളവനാ. എന്തിനാ വന്നത്? അവൻ ഇവിടെ വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? ഓ, അയാൾക്കൊരു കുമസ്തന്റെ ആവശ്യമുണ്ട്. അത് ഞാൻ തന്നെ വേണമെന്നൊരാഗ്രഹവും പറഞ്ഞു. മാത്യു പറയുമ്പോഴേ അത് വേണ്ട. അല്ല, എനിക്കും ചില്ലറ ചിലവൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് നടക്കുകയും ചെയ്യും. ഇവനോട് എന്തിനാ വിസ്തരിച്ച് പറയണേ? നിന്റെ അച്ഛൻ മേത്തിന് വാക്ക് കൊടുത്തു. അച്ഛൻ പണിയെടുക്കുന്നതിന് നിയമപരമായി വല്ല തടസ്സം ഉണ്ടെങ്കിൽ നീ അതിനും കേസ് കൊടുക്ക്. അല്ല പിന്നെ അച്ഛൻ പണിക്ക് പോകുന്നതിനെതിരെ മകന് കേസ് കൊടുക്കാമോ? വകുപ്പ് കാണുമല്ലേ? ഹലോ, അഡ്വക്കേറ്റ് മാത്യു ആണ്. അച്ഛനൊന്ന് കൊടുക്കൂ. മാത്യു. സാർ, എന്താ സാർ? കാണാം സാർ. ശരി, ചെയ്യാം സാർ. വന്ന് കാണാം. ശരി സാർ, സംഭവിച്ചു സാർ. ശരി. ആരാ പാടുന്നേ? അത് നമ്മുടെ നാരായണൻകുട്ടിയുടെ അച്ഛൻ. അച്ഛാ, എന്താ ഇത്? സിസ്റ്റർ നിവേദിത, മദർ ഇന്ത്യ. നാരായണൻകുട്ടിയുടെ അമ്മയല്ലേന്ന്. കക്ഷി ഇവിടെ കാണുന്നില്ലല്ലോ. ആരെയാ അന്വേഷിക്കുന്നത്? ഹീറോ എവിടെ? നാരായണൻകുട്ടിയാ? അവൻ 8 മണിക്ക് ആഫീസിൽ പോകും. ചോക്ലേറ്റ് ഉമ്മ ടാറ്റ. നീ ഏതാ? എന്തിനാ വന്നേ? ചോക്ലേറ്റ് തരാൻ. അമ്മൂമ്മയ്ക്ക് എപ്പോ ചോക്ലേറ്റ് വേണം തോന്നുന്നു, ഇമ്മീഡിയറ്റ് ഡോർ ഡെലിവറി സർവീസ്. ടാറ്റ. എവിടെ നോക്കിയടാ? ഹലോ, സോറി. ഒരു ഡൗട്ട്, വീട്ടിൽ കണ്ടില്ല. എന്റെ ഒരു ലവ് പോയിന്റ് ക്ലിയർ ചെയ്യാനാ. അല്ല, ഇപ്പൊ എന്നോടുള്ള വെറുപ്പ് അലിഞ്ഞലിഞ്ഞിങ്ങനെ ഇല്ലാതാവുന്നില്ലേ? ഇപ്പൊ കുട്ടിയുടെ അല്ല, നാരായണൻകുട്ടിയുടെ ലുക്കിൽ, ഭാവത്തിൽ ഒരു മാറ്റല്ലേ? അല്പം കൺഫ്യൂഷൻ ഉണ്ടല്ലേ? കാണും. എന്റെ റൂട്ട് ഇപ്പൊ ക്ലിയറാ.
റെഡ് മാറി വെഹിക്കിൾ ഗിയറിൽ ഫസ്റ്റ് ഗിയർ ഗ്രീൻ സിഗ്നൽ ആയാൽ നോ പാർക്കിംഗ്. കറക്റ്റ്. അപ്പൊ നമുക്ക് ധൈര്യമായി മുന്നോട്ട് നീങ്ങാം. മറുപടി അധികം വൈകണ്ട. ഓക്കെ? Ignorance of law is not an excuse.